Hi guys, this is Anjali Saji from English CLUB9 and in this video we are going to discuss about what is Ielts speaking test. And we will be covering topics like Ielts speaking test overview and some speaking tips. Examinerumai oru one-to-one speaking section aanu Ielts speaking test and there we'll start a voice recorder and a timer. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചെക്കിൻ്റെ ഭാഗമായി എക്സാമിന് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ലൈക്ക് കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ ഫുൾ നെയിം പ്ലീസ്, വാട്ട് ഷാൽ ഐ കോൾ യു, വേർ യു ആർ ഫ്രം ആൻഡ് ക്യാൻ ഐ പ്ലീസ് സീ യുവർ ഐഡൻറ്റിഫിക്കേഷൻ എന്നിങ്ങനെ. ദിസ് പാർട്ട് ഓഫ് ദ എക്സാം ഈസ് നോട്ട് അസിസ്റ്റ്. അതുകൊണ്ട് തന്നെ വളരെ ഫാക്ച്വൽ ആയിട്ടും ഷോർട്ട് ആയിട്ടുള്ള ആൻസർ മാത്രം കൊടുക്കുക. ദ എക്സാം വിൽ ടേക്സ് അബൌട്ട് 11 to 14 minutes and there are 3 sections. Number 1, introduction and interview. Number 2, topic card. And number 3, discussion. 4 separate criteria in under 4 scores ആണ് IELTS speaking test നുള്ളത്. Criteria number 1, fluency and coherence. ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഫ്ലുവൻസി എത്രത്തോളമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയാസ് എത്രത്തോളം ലോജിക്കൽ ആയിട്ടാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും, ഇതെല്ലാമാണ് ക്രൈറ്റീരിയ നമ്പർ 1-ൽ അസസ് ചെയ്യപ്പെടുന്നത്. ക്രൈറ്റീരിയ നമ്പർ 2, ലെക്സിക്കൽ റിസോഴ്സ്. Your vocabulary strength is assessed under this criteria. Criteria number 3, grammatical range and accuracy. Always try to use PPF strategy, which means past, present and future. നിങ്ങളുടെ സ്പീക്കിങ്ങിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടെൻസിൽ എത്രത്തോളം നോളജ് ഉണ്ട് എന്ന് എക്സാമിനറിന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. Number 4, pronunciation. Your pronunciation of each words is assessed under this criterion. Now let's discuss each parts of IELTS speaking test. Part 1, introduction and interview. This part of the exam will take about 4 to 5 minutes and there will be 3 topics. Part 1, introduction and interview. This part of the exam will take about 4 to 5 minutes and there will be talks about 3 topics and 3 to 4 questions per topic. Part 1-ലെ questions എല്ലാം തന്നെ സിമ്പിളും പേഴ്സണലുമായിരിക്കും. വാട്ട് യു ഡു ഓർ വെയർ യു ലീവ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ബി വെൽ പ്രിപ്പയർഡ് ടു ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 2 ടോപ്പിക്സ് വിൽ ബി ഓഫ് കോമൺ സബ്ജക്ട്സ് ലൈക്ക് സ്പോർട്സ്, ആനിമൽസ്, ഫാഷൻ, ബിൽഡിങ്സ്, അങ്ങനെ എന്തും ആകാം. പാർട്ട് 1 മുതൽ IELTS കാൻഡിഡേറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാക്സിമം ആൻസേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക. വെയർ യു ലീവ്, വാട്ട് യു ഡു എന്നുള്ള ക്വസ്റ്റ്യൻസിന് ടു ദ പോയിന്റ് ആയിട്ട് ആൻസേഴ്സ് നൽകാതെ നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ ശ്രദ്ധിക്കുക. കാരണം പാർട്ട് 1 മുതലായിരിക്കും എക്സാമിന് നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റിയെ റാങ്ക് ചെയ്യാൻ പോകുന്നത് ഫ്രം 0 to 9. പാർട്ട് 2, ടോപ്പിക് കാർഡ്. ഇൻ ദിസ് പാർട്ട് ഓഫ് ദ ടെസ്റ്റ് യു വിൽ ബി ഗിവൺ എ ടോപ്പിക്, എ പെൻ ആൻഡ് എ പേപ്പർ ആൻഡ് 1 minute ഫോർ പ്രിപ്പറേഷൻ. ഈ 1 minute പ്രിപ്പറേഷൻ ടൈം വളരെ കെയർഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ ഐഡിയാസിലെ കീ വേർഡ്സ് മാത്രം ഈ 1 minute നോട്ട് ചെയ്യുക ആൻഡ് കീപ് സ്പീക്കിംഗ് ഫോർ 2 minutes. നിങ്ങളുടെ ഈ 2 minute സ്പീക്കിംഗ് ടൈമിൽ എക്സാമിന് നിങ്ങളെ ശ്രദ്ധിക്കണമെന്നില്ല, ബട്ട് കീപ് സ്പീക്കിംഗ് ആൻഡ് ടെൽ എ ഗുഡ് സ്റ്റോറി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ PPF സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്, വിച്ച് മീൻസ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. It's better to have a structure and error-free sentences in speaking. Part 3, discussion. This part of the test will again take about 4 to 5 minutes and questions in part 3 are always connected to part 2. Part 2 വരെ ഒരു കൃത്യമായ ഒരു സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പാർട്ട് 3 ഔട്ട് ഓഫ് സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് പാർട്ട് 2-ലെ നിങ്ങളുടെ ആൻസേഴ്സുമായി കണക്റ്റഡ് ആയിരിക്കും പാർട്ട് 3-ലെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കൂടുതൽ എലാബറേറ്റ് ചെയ്യാനും കൂടുതൽ തോട്ട്ഫുൾ ആകാനും നിങ്ങളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടും ഒരു ചാൻസ് പാർട്ട് 3-ലുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, IELTS സ്പീക്കിംഗ് ടിപ്സ്. ടിപ്പ് നമ്പർ 1, എക്സ്റ്റെൻഡ് യുവർ ആൻസേഴ്സ്. IELTS സ്പീക്കിംഗ് ടെസ്റ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റി റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ടിപ്പ് 2, മെയിൻറ്റെയിൻ ലോജിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് യുവർ ഐഡിയാസ്. നിങ്ങളുടെ ഓരോ ഐഡിയാസിനും ഒരു ലോജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ഐഡിയാസിനോ എല്ലാത്തിനും ഒരു ലോജിക് ഉണ്ടായിരിക്കണം. 3, ഡോണ്ട് റഷ്. നമ്മളിൽ ചിലർക്ക് ഒരു ധാരണയുണ്ട്
ഫ്ലുവൻസി സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതൊരു അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. ഒരിക്കലും ഫ്ലുവൻസി സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തല്ല. ഒരു മീഡിയം പേസിൽ നമ്മൾക്ക് പറയാനുള്ള ഐഡിയാസ് എത്രത്തോളം ലോജിക്കലായിട്ടും ഇറർ ഫ്രീ ആയിട്ടും ലെങ്തി ആയിട്ടും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഫ്ലുവൻസി. സോ ടിപ്പ് 3, ഡോണ്ട് റഷ്. ടിപ്പ് 4, റെക്കോർഡ് യുവർ സെൽഫ് ആൻഡ് ഹിയർ ബാക്ക്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് 1-2 മിനിറ്റ് സംസാരിക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം അത് കേട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് റേഞ്ച് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെല്ലാം മോഡുലേഷൻസ് വരുത്തണം, എന്തെല്ലാം കറക്ഷൻസ് ആണ് അതിൽ കൊണ്ടുവരേണ്ടത് എന്നിങ്ങനെയുള്ളൊരു ഇവാലുവേഷൻ നിങ്ങൾക്ക് തന്നെ നടത്താൻ സാധിക്കും. ഇത് നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും.